കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിൽ അനുവദിച്ച 14 പ്ലോട്ടുകളും തിരിച്ചെടുക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ മുഡ അതോറിറ്റി ആരംഭിച്ചു. 50-50 പദ്ധതിയിലൂടെ നടന്ന ഭൂമി കൈമാറ്റം വ്യാഴാഴ്ചയോടെ പൂർണ്ണമായും റദ്ദാക്കുമെന്ന് മുഡ കമ്മീഷണർ AN രഘുനന്ദൻ പറഞ്ഞു. ലോകായുക്ത ED കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടതോടെയായിരുന്നു BM പാർവതി പ്ലോട്ടുകൾ തിരികെ എടുക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് അപേക്ഷ നൽകിയത്. AP നദീറ നൽകും വിശദാംശങ്ങൾ. നദീറ, ഗുഡ് മോർണിംഗ്. ഈ പ്ലോട്ടുകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് സിദ്ധരാമയ്യയുടെ ഭാര്യ തന്നെയാണ് മുൻകൈയെടുത്ത് ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നത്. സിദ്ധരാമയ്യ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു ഭാര്യയ്ക്ക് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങളിലൊന്നും താല്പര്യമില്ല, അവർ തന്നെ സ്വമേധയാ ഈ ഒരു പ്ലോട്ടുകൾ തിരികെ നൽകാൻ തയ്യാറാണെന്ന്. എന്തായാലും പക്ഷേ ഈ ഇങ്ങനെ ഒരു പ്ലോട്ടുകൾ തിരിച്ചു നൽകിയാലും സിദ്ധരാമയ്യക്കെതിരെയും ഒപ്പം ഭാര്യയ്ക്കെതിരെയും പാർവതിക്കെതിരെയുമുള്ള കേസുകൾ അതെന്തായാലും മുന്നോട്ട് പോകും എന്ന് തന്നെയല്ലേ? തീർച്ചയായും. ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ അപേക്ഷ മാനിച്ച് ഇങ്ങനെ ഈ പ്ലോട്ടുകൾ തിരിച്ചെടുക്കാനുള്ള തീരുമാനം മുഡ കമ്മീഷണർ കൈക്കൊണ്ടത്. അത് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നെന്നും വ്യാഴാഴ്ചയോടെ ഈ ഭൂമിദാനം റദ്ദാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം സിദ്ധരാമയ്യയുടെ ഭാര്യയും അതുപോലെ സിദ്ധരാമയ്യയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ പ്രതിചേർക്കപ്പെട്ട് ലോകായുക്ത ED കേസുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി തിരികെ നൽകാനുള്ള വിവാദ ഭൂമി തിരികെ നൽകാനുള്ള തീരുമാനം ഇവർ കൈക്കൊണ്ടത്. ഈ ഭൂമി തിരികെ നൽകിയത് കൊണ്ട് ഈ കേസുകൾ ഇല്ലാതാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, ഇതിനകത്ത് അഴിമതി നടന്നു എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി ഇതിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകും. ഭൂമി മടക്കി നൽകിയത് ഇതിനെ ബാധിക്കുകയില്ല. സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം, ഭാര്യ BM പാർവതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് ലോകായുക്ത കേസും ED കേസുമാണ്. ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്നേഹമയി കൃഷ്ണ എന്ന ഈ സാമൂഹ്യ പ്രവർത്തകൻ EDയെ സമീപിക്കുകയും ED അത് പരിശോധിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ED ഇതിനുള്ള രേഖകളുമായി ED ഓഫീസിൽ എത്താൻ വേണ്ടി സ്നേഹമയി കൃഷ്ണയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തൊക്കെ തെളിവുകളാണോ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പക്കലുള്ളത് ഇതെല്ലാമായി വരിക എന്നാണ് ഇന്നലെ സമൻസായി നൽകിയിരിക്കുന്നത്. അത് പ്രകാരം സ്നേഹമയി കൃഷ്ണ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റുകളും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമർപ്പിക്കും. അതോടുകൂടി ഈ കേസിൽ ഏതൊക്കെ വകുപ്പുകളാകും ചുമത്തപ്പെടുക എന്നുകൂടി വ്യക്തമാകും. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭൂമി കൈമാറിയത് കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. അത് കൃത്യമായി നിയമ പോരാട്ടത്തിലേക്ക് തന്നെ പോകും. അതിന്റെ അന്വേഷണം നടക്കണം, അതിൽ വിചാരണ നടക്കും. ഇങ്ങനെ എല്ലാ നിയമപരമായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കും. സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകായുക്ത അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ലോകായുക്ത ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തുകയാണ്. ഇന്നലെ സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ ഈ ഭൂമി അവിടെ പോയി സർവേ നടത്തുകയും അളന്ന് തിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുഡ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മൈസൂരിലെ വിവിധ ഇടങ്ങളിൽ അവർ സർവേ നടത്തുന്നു, പരിശോധനകൾ നടത്തുന്നു, തെളിവെടുപ്പ് നടത്തുന്നു. ഇങ്ങനെ കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. BJP ആവട്ടെ ED കേസ് കൂടി വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിമിഷം പോലും ഇനി മുഖ്യമന്ത്രി കസേരയിൽ തുടരരുത്, രാജിവെച്ചൊഴിയണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ട് പ്രക്ഷോഭം കടുപ്പിക്കുകയുമാണ്. ശരി, AP നദീറയാണ് വിശദാംശങ്ങൾ നൽകി.